ഗൈസ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ പൂരാണ്. വേദു ഹായ് കൊടുക്ക്. അമ്പലത്തിൽ പോവുക. പക്ഷെ ഞങ്ങളെ ചേച്ചീനെ കൊണ്ട് സ്കൂളിലേക്ക് പോവുക. എന്തിനാ ബേബി? നമ്മളെ മങ്ങടെ പോണ അമ്പലത്തേക്ക് നമ്മൾ ആദ്യം എല്ലാരും കൂടി പോവും. എന്നിട്ട് ഞങ്ങള് രണ്ടാളും കൂടി സ്കൂളിൽ പോവാം. എക്സാം മുടിയൊക്കെ ഉണ്ടെന്നോ? മുടി ഇങ്ങനെ കെട്ടി. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ റെഡി ആയിട്ട് അമ്പലത്തേക്ക് തൊഴാൻ പോവുകയാണ് കേട്ടോ. ഫെബ്രുവരി 13 ഞങ്ങളുടെ നാട്ടിലെ പൂരായിരുന്നു ഗൈസ്. ശ്രീ വെള്ളടിക്കുന്ന് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി കുഴപ്പമില്ലാതെ അവസാനിച്ചു. അപ്പോൾ അതാ പൂരത്തിൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തേക്ക് പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ അന്ന് എന്താണെന്ന് വെച്ചാൽ ബേബിക്ക് കമ്പ്യൂട്ടർ ലാബ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാബ് എക്സാം കാരണം ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയി തൊഴുത്തിട്ട് നേരെ ഞാനും അവളും കൂടിയിട്ട് സ്കൂളിലേക്ക് പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തൊഴുതു. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. വേദും അമ്മയും അച്ഛനും കൂടി വീട്ടിലേക്ക് പോയി. പക്ഷേ വേദുവിൻ്റെ വിചാരം ഞാൻ അവിടെ നിൽക്കുക എന്നുള്ള ഒരു ഭാവത്തിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അച്ഛനെ കൊണ്ട് ഇതാ തോക്കൊക്കെ വാങ്ങിച്ച് അമ്പലത്തേക്ക് തൊഴാൻ കടക്കടേൻ്റെ മുന്നേ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് നിന്നു പറഞ്ഞു കേട്ടോ. കാളേനൊക്കെ കാണാൻ പോയി അവർ പറഞ്ഞു. പിന്നെ അത് അവളുടെ സ്കൂളിലെത്തി ഞങ്ങൾ. അപ്പോൾ അവിടെ പ്രെയറോ എന്തോ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ കുറച്ച് നേരം നിന്നു. അവർ പ്രെയർ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ ക്ലാസ്സിലാക്കി. എക്സാം ഫസ്റ്റ് പീരീഡ് തന്നെ നടത്താമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പബ്ലിക് ലാബ് എക്സാമാണ്. അപ്പോൾ പിന്നെ നമുക്കത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ ടീച്ചർ കുറേ കുട്ടികൾക്ക് നേരത്തെ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ അന്ന് ഫസ്റ്റ് പീരീഡ് തന്നെ എക്സാം നടത്തിയത്. അവളെ എക്സാം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായി. ഞങ്ങളൊന്നും കഴിക്കാതെ പോയേ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചായയും പഴംപൊരിയും കഴിച്ചിട്ട് വീട്ടിലേക്കൊക്കെ പോയി കേട്ടോ. പിന്നെ ഒരു വീഡിയോ ഞങ്ങൾ ആ സമയത്ത് എടുത്തില്ല. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഇത് അവർ വന്നിട്ട് ആണ്ടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോയ്ക്ക് 500 രൂപ വേണം പറഞ്ഞു. നല്ല കഥയായി ഇപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 മണി കഴിഞ്ഞാലാണ് ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന്, ഞങ്ങളുടെ മേലങ്ങാടി സെൻറ്ററിൽ നിന്ന് പൂരം പുറപ്പെടുവിക്കുക. അപ്പോൾ വേദും ബേബി ആ കൊട്ട് കേട്ടിട്ടുള്ള എക്സ്പ്രഷനും ചാട്ടും ഒക്കെയാണ് കേട്ടോ. അവൻ ഭയങ്കര ചാട്ടും ഇതൊക്കെ ആയിരുന്നേ. അപ്പോൾ 2 മണി ആ ടൈമിലാണ് അവിടുന്ന് നടക്കുക. ഞങ്ങളുടെ ഇവിടുന്ന് പാണ്ടിമേളമായിരുന്നു. സത്യം പറയാലോ, എനിക്ക് തീരെ താല്പര്യമില്ല ഈ പാണ്ടിമേളത്തോടൊന്നും. ഇത് അവൻ്റെ സ്ഥിരം സ്ഥായി സ്റ്റെപ്പാട്ടോ. പാണ്ടിമേളൊക്കെ നമുക്കൊരു ഗുമ്മില്ല കാണാൻ. ചിലവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ 2 മണി നേരം എന്നൊക്കെ പറഞ്ഞ് നട്ടപ്പാതിരല്ലോ ഗൈസ്, നല്ല വെയിലാണ്. എന്താ വെയിൽ വെച്ചാൽ ആ സമയത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ നിന്ന് കൊട്ടി പിന്നെ അവർ തിരിച്ച് അമ്പലത്തേക്ക് തന്നെ പോയി കേട്ടോ. നേരെ അങ്ങനെ അമ്പലത്തേക്ക് പോയി. ഫസ്റ്റ് ഞങ്ങളുടെ ഇവിടുന്ന് ഇവരാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഓരോ ടീം വരിക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇവരുടെ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യേ. വേദു ഭയങ്കര സ്റ്റെപ്പിടലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് അടുത്ത ടീമെത്തി. ഇവരാണ് മനപ്പടിയത്തെ ടീമാണ്. മനപ്പടിയത്തെ ഒരു ടീമാണ്, കാളയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ ശിങ്കാരിമേള അങ്ങനെ എന്തായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും ഞങ്ങളുടെ അവിടെ ആ സെൻറ്ററിൽ മേലങ്ങാടി അവിടെ ഞങ്ങളുടെ ആ പഠിക്കൽ അവിടെ നിന്നിട്ടാണ് കൊട്ടാറുണ്ടായിരുന്നത്, കളിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇക്കൊല്ലം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കാള നിൽക്കണില്ല, ആ സൈഡിലായിരുന്നു കേട്ടോ കൊട്ടും ഒക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പോവും. അങ്ങനെയാണേ. ഇവരുടെ തന്നെ കാളയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ ഓരോ ഇതായിരുന്നു, ശിങ്കാരിമേളം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പൂരത്തിന് അധികം ആളുകളോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞവരൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഇതാ വെൽവിഷർ ടീമാണ് കേട്ടോ. അതാണ് അവർ അതൊക്കെ ഓരോരുത്തരുടെ കോസ്റ്റ്യൂമിൽ നിങ്ങൾ കണ്ടില്ലേ. ഇത് കാള നല്ല വലിയ കാള, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ആയിട്ടായിരുന്നു കാള. അങ്ങനെ ഇത് ഇവരുടെ ടീം. ഇനി ഇവരുടെയും കുറച്ച് ഞാൻ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യേ. എല്ലാം വോയിസ് ഓവർ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ.
ഞങ്ങളുടെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. കാരണം കുറേ നമുക്കിതിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല, പൂരം കാണുക തന്നെ വേണ്ടേ. പിന്നെ ഞങ്ങൾ റെഡിയാവാൻ പോണ ടൈമിൽ ഇത് വന്നുട്ടോ തെറ, അതെനിക്ക് വീഡിയോ എടുക്കാൻ അപ്പം പറ്റിയില്ല. അപ്പം ഞാൻ ജനലിൻ്റെ അവിടെ നിർത്താം. അപ്പം ഞാൻ വേറൊരു കുട്ടിയോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ ഫോണായിട്ട് പോയിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഈ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. വോയിസ് ഓവർ കൊടുക്കണേക്കാട്ടിലും നല്ലത് ഇങ്ങനെ കാണുമായിരിക്കും. അപ്പൊ ഗൈസ് ഞങ്ങൾ പൂരത്തിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്റെ സാരി ഒരു ഗ്രീനും പിന്നെന്താ ഒരു ചോപ്പും മെറൂണ്, നമ്മുടെ ബ്ലാക്ക് സാരിയാണ് കേട്ടോ. ഞങ്ങളുടെ ആരുടെ സാരി ഭംഗി എന്ന് പറയണേ. എന്റെയാണോ ഭംഗി? എന്റെ ഈ സാരി ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിടാം. അപ്പൊ ഞങ്ങള് പൂരത്തിന് പോയിട്ട് വരാം. ബൈ. പിന്നെ ഞങ്ങൾ ഒരു 5:30 കഴിഞ്ഞപ്പോൾ അതാ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഞാനും അമ്മയും കുട്ടികളും കൂടിയിട്ട് ഇറങ്ങി. എന്നിട്ട് ഇത് അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ കണ്ടോ വലിയ തിരക്കൊന്നും ആ സമയത്തിലേക്ക് തോന്നുന്നു. കുറച്ചും കൂടി രാത്രി ഒരു 6:30 7 മണിയൊക്കെ കഴിയുമ്പോഴാണ് തോന്നുന്നു തിരക്ക് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ആ എന്താ പറയുക മതിലിൻ്റെ അവിടെയാണ് കേട്ടോ നിന്നായിരുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. പിന്നെ അത്ര കുറേ നേരമൊന്നും നിന്നില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കളിപ്പാട്ട് അത് വേണം ഇത് വേണം അങ്ങനെ. അപ്പോൾ അമ്മ എടുത്ത് കാണിക്കാൻ നോക്കിയിട്ടു. അപ്പോൾ അവന് അതൊന്നും പറ്റണില്ല. അവനെ ഞാൻ തന്നെ വേണം. എപ്പോൾ നോക്കിയില്ല അമ്മ 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 അങ്ങനെ അവന് അമ്മമ്മി വേണ്ട ആരും വേണ്ട. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു. പിന്നെ രാത്രി ആയപ്പോഴായിരുന്നു രസം തോന്നുന്നുണ്ട്. ദാരികനും കാളിയും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏത് കൊല്ലം അങ്ങനെ തന്നെ ഇവനെ കൊണ്ട് പോയാൽ ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കുട്ടികളായിട്ട് പോയാൽ ഒന്നും നടക്കില്ല കാണാൻ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവനെ ബലൂണ് വേണം പറഞ്ഞു. അപ്പം തന്നെ ഞാൻ മത്തങ്ങ ബലൂൺ ഉണ്ടല്ലോ, പണ്ടത്തെ മത്തങ്ങ ബലൂണ്, അത് വാങ്ങിക്കൊടുക്കുക വിചാരിച്ചിട്ട് അത് വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിയപ്പോൾ ഉണ്ടാവും പറയാം അത് വേണ്ടാന്ന്. പൈസ കൊടുത്തിട്ടേ അത് നടക്കുമോ ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. കണ്ടോ അവൻ പറയാം. കുറച്ച് നേരം ആ കിട്ടിയപ്പോഴുള്ള ഒരു എക്സ്പ്രഷനും ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഇനി നിങ്ങൾ അമ്പലത്തിലെ കുറച്ച് പൂരത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കും.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പിന്നെയും കുറേ പൂരങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും കാണാൻ നിന്നില്ല. അതാ കുറേ പൂരക്കാർ കഴിഞ്ഞതാ മടങ്ങണ കണ്ടോ. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇനി കാണാൻ മാത്രം അധികമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രാവശ്യത്തെ പൂരം അത്ര ഗുമ്മായില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അതാ വേറൊരു ടീമും കൂടി ആ നേരത്തെ അപ്പളേ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് രാത്രിയാകുമ്പോഴാവും തിരക്കൊക്കെ വരണത്. അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ പൂരം അവസാനിച്ചു ഗൈസ്. ഇനി അടുത്ത കൊല്ലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞു. ഇനി ഇവരുടെ കുറച്ച് ടീമിൻ്റെ കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ആ ടീമും പോയി. പിന്നെ ഞങ്ങൾ എന്താ അകത്തേക്ക് പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിലൊക്കെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നിന്നപ്പോൾ മറ്റേത് പൊട്ടുണ്ടായിരുന്നു, വെടിക്കെട്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പടക്കങ്ങൾ പോലെയൊക്കെ പൊട്ടിച്ച് അവർ പൂരം അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനമായി ഗൈസ്.